ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലോട്ടറിൽ നിന്ന് എങ്ങനെ UPI വഴി എടുക്കാം എന്നുള്ള വീഡിയോ ആണ്. ലോട്ടറിൽ UPI പേയ്മെൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് UPI ആപ്പ് വഴിയും നമുക്ക് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാം. അതിൽ എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ലോട്ടർ നെറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ലോട്ടർ നെറ്റിൻ്റെ ഇൻ്റർഫേസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ കൺഫ്യൂഷൻ ഉണ്ട്, ഇതെങ്ങനെയാണ് എടുക്കുക എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് lotter.com പോയിട്ട് എടുക്കാവുന്നതാണ്. സെയിം യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മതി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാം നോക്കാം. അപ്പോൾ നമ്മൾ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യാണ്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ മൊബൈലിലാണെങ്കിൽ നമ്മൾ ക്രോമിൽ പോയിട്ട് റൈറ്റിൽ 3 ഡോട്ട് ഉണ്ടാവും. ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ സെറ്റിങ്സ് എടുക്കുക. അതായത് നമ്മുടെ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട്. നമ്മുടെ ആളെ ചിഹ്നത്തോട് കൂടിയിട്ടുള്ള ഡെപ്പോസിറ്റിന് തൊട്ടപ്പുറത്ത് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ മൈ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ അതിൽ നമ്മളെ പുതിയ UID ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തത്, നമുക്ക് വിൻ ചെയ്ത എമൗണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് കാണാം പേയ്മെൻറ്റ് മെത്തേഡ്. ലോട്ടറിലും lotter.com സെയിം തന്നെയാണ്. നമ്മൾ ഏതോ ഒറ്റൊന്നിൽ ചെയ്താൽ മതി, എല്ലാത്തിലും അപ്ലൈ ആയിക്കോളും. ഓക്കെ, പേയ്മെൻറ്റ് മെത്തേഡ് എടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഓൾറെഡി ഇവിടെ UPI ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. UPI കാർഡ് വഴി പിന്നെ ഈ വാലറ്റും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത കാണാം. നമുക്ക് ടോട്ടൽ 3 എണ്ണമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ, 3 പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 3 എണ്ണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത യൂസ് ചെയ്യാത്ത ഒഴിവാക്കുക. അതിനുശേഷം ആഡ് ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, കൺട്രി ഒക്കെ വരും. ഒക്കെ അതിനുശേഷം അത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് വിസ, മാസ്റ്റർ കാർഡ്, iCash One, UPI. അപ്പോൾ അതിൽ UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. UPI എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇന്ത്യൻ റുപ്പി സെറ്റ് ആസ് മൈ ഡിഫാൾട്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് ഇവിടെ ടിക്ക് കാണാം കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് ഓൺ ആയിരിക്കും, അതൊന്നും ചെയ്യേണ്ട. അതിനുശേഷം നമ്മൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുക. ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിൽ ആഡ് ആവുന്നതാണ്. അപ്പോൾ തന്നെ ആവുന്നതാണ്, ചിലവർക്ക് കുറച്ച് സമയം എടുത്ത് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇതിൽ പേയ്മെൻറ്റ് മെത്തേഡ് കാണാം. നമ്മൾ UPI എന്നുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് 2 വഴി നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റായി ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിനിമം 900 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ടിക്കറ്റ് എമൗണ്ട് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ എടുക്കാം. അല്ലാതെയാണെങ്കിൽ നമുക്കിവിടെ 900 രൂപ മിനിമം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2000, 4000 എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം. 900 ആഡ് കൊടുക്കുക. അതിനുശേഷം ഡെപ്പോസിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ കാര്യങ്ങൾ കാണിക്കും. അതിനുശേഷം കൺഫേം ഡെപ്പോസിറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതായത് നമ്മുടെ അഡ്രസ്സ്, കൺട്രി, ഫോൺ നമ്പർ, മറ്റ് ഡീറ്റെയിലൊക്കെ അതിൽ കാണിക്കും. ഓക്കെ, അത് ഓൾറെഡി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി. ഒക്കെ അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാം. പേഴ്സണൽ ID നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ പേര് കൊടുത്താൽ മതി. നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കൊടുക്കുക. ഒക്കെ അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ചൂസ് UPI ആപ്പ് ടു പേ. അപ്പോൾ Paytm ഫാസ്റ്റർ കാണാം. അതിൽ നിങ്ങൾ മൊബൈലിലാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പേ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ QR കോഡ് കാണാം. QR കോഡ് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യുക, ഏതെങ്കിലും ഫോണിൽ സ്കാൻ ചെയ്യുക. അതിനുശേഷം പേ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിൽ ആഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ട്രാൻസ്ഫർ നമുക്ക് കാണാം. ഇവിടെ കോപ്പി എന്നുള്ളത് കാണാം. നിങ്ങൾക്ക് ഈ ഓരോ സമയത്ത് ഓരോ പേയ്മെൻറ്റ് പേരുകളായിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ പോവുക. അതിനുശേഷം നമ്മൾ പേ ടു UPI ID എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം പേ ചെയ്തതിനു ശേഷം നമ്മൾ അവർ 12 ഡിജിറ്റ് നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, പേയ്മെൻറ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ്. അവർ പ്രോസസ്സിംഗ് ആയിരിക്കും. അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ, മാക്സിമം അവർ പറയുന്നത് 1 to 3 മിനിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ സക്സസ്ഫുൾ ആണെങ്കിൽ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ലോട്ടറി പേജിലേക്ക് പോവാം. ലോട്ടറി എടുക്കുമ്പോൾ നമുക്ക് എത്ര കുറഞ്ഞ എമൗണ്ട് ആണെങ്കിലും നമുക്ക് ആ എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഞാനിത് എടുക്കാൻ നോക്കുന്ന ഒരു ലോട്ടറി എന്ന് പറയുന്നത് എടുക്കുന്നത് യൂറോ ജാക്ക്പോട്ടാണ്.
അതിന് മിനിമം ഒരു ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾക്കിതിൽ ഷഫിൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഇങ്ങനെ നമ്പർ വന്നോളും. സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് സിംഗിൾ എൻട്രി. ഇതിൽ ടോട്ടൽ വരുന്നത് 561 രൂപയാണ് ഓർഡർ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡീറ്റെയിൽ കാണിക്കും. നമ്മൾ UPI പേയ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുക. അതിനുശേഷം കംപ്ലീറ്റ് ഓർഡർ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പോയ പോലെ തന്നെയുള്ള പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. നമ്മുടെ ഡീറ്റെയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കും. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ 561 രൂപയാണ്. ഇതിൽ UPI വഴി ചെയ്യാം, ഫോൺപേ വഴി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അതിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാനുവൽ ട്രാൻസ്ഫർ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ഏത് ആപ്പിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ UPIയിലേക്ക് പേ ചെയ്യുക. അതിനുശേഷം 12 ഡിജിറ്റ് ട്രാൻസാക്ഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ UPI വഴി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ലോട്ടറിലും എടുക്കുക, ലോട്ടോ ഏജൻറ്റിലും എടുക്കുക. നിങ്ങൾക്ക് എവിടെ ഉള്ളവർക്കാണെങ്കിലും UPI പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും ഗൾഫിലുള്ളവരോ വേറെ രാജ്യങ്ങളിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് ലോട്ടറിയും നമുക്കിനി ലോട്ടറിന്ന് UPI വഴി എടുക്കാവുന്നതാണ്. വളരെ സേഫാണ്, സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.